ആദ്യമായി ഞങ്ങളെ പരിചയപ്പെടുത്താം. NCPയുടെ നാഷണൽ ജനറൽ സെക്രട്ടറിയാണ് ഞാൻ. അതോടൊപ്പം തന്നെ കേരളത്തിലെ സംസ്ഥാന പ്രസിഡന്റ് ചുമതല കൂടിയുണ്ട്. എൻ്റെ തൊട്ടടുത്തിരിക്കുന്നത് ശ്രീ മധുകുമാർ, NCPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹത്തിൻ്റെ അടുത്തിരിക്കുന്ന ശ്രീ ലൈജു, ജില്ലാ ജനറൽ സെക്രട്ടറിയാണ്. എൻ്റെ ഇടതുവശത്തിരിക്കുന്നത് അഡ്വക്കേറ്റ് സൈഫുദ്ദീൻ, ഇവിടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റാണ്. അതിന് തൊട്ടടുത്തിരിക്കുന്നത് ശ്രീ ഗഫൂർ, അദ്ദേഹം നാഷണലിസ്റ്റ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റാണ്. ഇന്ന് ഈ പത്രസമ്മേളനം വിളിച്ചതിൻ്റെ മുഖ്യമായ ഉദ്ദേശം, ഇവിടെ തന്നെ ഞങ്ങൾ നേരത്തെ ഒരു പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട്. NCPയിലുള്ള അഴിമതിയെക്കുറിച്ച് നേരത്തെ തന്നെ ഞങ്ങൾ പ്രസംഗം നടത്തിയിട്ടുള്ളതാണ്. അതിൽ PC ചാക്കോ PSCയിൽ അഴിമതി നടത്തിയതിനെ കുറിച്ച് വളരെ വിശദമായി ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. മാത്രമല്ല, അതിൻ്റെ ഭാഗമായി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എറണാകുളത്തുള്ള ഗിരീഷ് ബാബു, അദ്ദേഹം കുറച്ച് നാൾക്ക് മുമ്പ് മരണപ്പെട്ടു. അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ ഒരു കേസ് നൽകുകയും അത് കോടതി സ്വീകരിച്ചുകൊണ്ട് സർക്കാരിൻ്റെ അനുമതിക്കായി, പ്രോസിക്യൂഷൻ അനുമതിക്കായി നൽകുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം അത് ഗവർണർക്കും മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ എല്ലാ വിഭാഗങ്ങൾക്കും അതിൻ്റെ കോപ്പിയും നൽകിയിട്ടുണ്ട്. പക്ഷെ അതിനുശേഷമാണ് അദ്ദേഹം മരണമടഞ്ഞത്. എന്നാൽ പിന്നീട് മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ തന്നെ ആലുവയിലുള്ള പാർട്ടിയുടെ ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീ മജീദ് വീണ്ടും അതിൽ കക്ഷി ചേർന്നുകൊണ്ട് ഗവർണർക്കും മുഖ്യമന്ത്രിക്കും എല്ലാം വീണ്ടും ആ പരാതി അയച്ചിട്ടുള്ളതാണ്. നേരത്തെ കൊടുത്ത പരാതി പ്രകാരം DGP ആവശ്യപ്പെട്ടതനുസരിച്ച് ക്രൈംബ്രാഞ്ച് അതിൽ അന്വേഷണം നടത്തിയിരുന്നു. എൻ്റെ മൊഴിയിലെടുത്തിട്ടുണ്ട്. എൻ്റെ മൊഴിയെടുക്കാൻ കാരണം ഗിരീഷ് ബാബുവിൻ്റെ മൊഴിയെടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു എല്ലാ തെളിവുകളും എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് ക്രൈംബ്രാഞ്ച് എന്നെ വിളിക്കുകയും എൻ്റെ മൊഴിയെടുക്കുന്നത്. ആ മൊഴിയിൽ വളരെ വ്യക്തമായി, കാരണം ഒരു ഓഡിയോ 1.5 മണിക്കൂർ നേരത്തെ ഒരു സംഭാഷണം ഓഡിയോ റെക്കോർഡ് ചെയ്തിട്ടുള്ളത് വളരെ കൃത്യമായി മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ ഗവർണർക്കും എല്ലാവർക്കും നൽകിയിട്ടുള്ളതാണ്. അതിൻ്റെ കോപ്പി വന്ന് ക്രൈംബ്രാഞ്ചിൽ കൊടുത്തിരുന്നു. അദ്ദേഹം പറയുന്നതാണ് ആ ഓഡിയോയിലുള്ള ക്ലിപ്പിങ്ങുള്ള ഒട്ടനവധി കാര്യങ്ങൾ. അത് ഞാനും ശ്രീ തോമസ് കെ തോമസും പാർട്ടിയുടെ ദേശീയ സെക്രട്ടറി ആയിരുന്ന ജോസ് പോലും കൂടി ഇരിക്കുമ്പോഴാണ് മുഴുവൻ പറയുന്നു. ഇത് തോമസിൻ്റെ മൊബൈലിൽ തന്നെ റെക്കോർഡ് ചെയ്തിട്ടുള്ളൂ. മാത്രമല്ല, അതിനിടയ്ക്ക് AK ശശീന്ദ്രന് വേണ്ടി മറ്റൊരാൾ 20 ലക്ഷം രൂപ വാങ്ങിച്ചു എന്ന് പറഞ്ഞാൽ വക്കീൽ, ഒരു അഡ്വക്കേറ്റ് ലേഖ ഗണേഷ് ഹൈക്കോടതിയിലുള്ള അവരും ആ സമയത്ത് അവിടെ വിളിക്കുകയാണ്. അവർ ഇതുപോലെ തന്നെ കുഞ്ഞുമോൻ എന്ന സംസ്ഥാന ട്രഷററിന് 20 ലക്ഷം രൂപ കൊടുത്തു എന്ന് വളരെ വ്യക്തമായി അന്ന് ഈ ഫോൺ സംഭാഷണത്തിൽ പറഞ്ഞിട്ടുണ്ട്. അവസാനം നിങ്ങൾക്കറിയാം, തോമസ് കെ തോമസിന് മന്ത്രിസ്ഥാനം 2 വർഷം കഴിഞ്ഞിട്ട് കൊടുക്കേണ്ടതാണ്. പക്ഷെ അതിലൊരു സെറ്റിൽമെന്റ് വന്നത് ചാക്കോ ശശീന്ദ്രന്റെ കൂട്ടുകാരൻ അടുത്ത ആളുമായ സംസ്ഥാന ട്രഷറർ വാങ്ങിച്ച പൈസ തിരിച്ചു കൊടുത്തുകൊണ്ട് 5 വർഷത്തേക്ക് ശശീന്ദ്രൻ മന്ത്രിയാക്കാന്നുള്ള ഒരു തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് നടത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോയത്. അങ്ങനെയാണ് ബിജു ആബേലേക്ക് പറഞ്ഞത് 6 പ്രാവശ്യം മുഖ്യമന്ത്രിയുടെ അടുത്ത് പോയിട്ടാണ് അവസാനം, കാരണം AK ശശീന്ദ്രൻ അത് ബ്ലോക്ക് ചെയ്തിരുന്നു. അതിന് ശേഷമാണ്, ധാരണയ്ക്ക് ശേഷമാണ് അവസാനം മുഖ്യമന്ത്രി ഈ അപ്പോയിന്റ്മെന്റ് നടത്തിയത് എന്ന് ആ ഓഡിയോയിലുണ്ട്. അപ്പോൾ വളരെ വ്യക്തമാണ്. അതുകൊണ്ട് മാത്രമാണ് തോമസ് കെ തോമസിനും മന്ത്രിസ്ഥാനം ലഭിക്കാത്തത്. നേരത്തെ പാർട്ടിയിലുണ്ടായിരുന്ന ധാരണ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാണ്. ഇപ്പോൾ ഈയിടെ നിങ്ങൾക്കറിയാം, നേരത്തെ ഞങ്ങൾ പറയുന്നതിന് മുമ്പ് തന്നെ INLന്റെ 40 ലക്ഷത്തിന്റെ പുറത്തു വന്നിട്ടുണ്ട്. പിന്നീട് JDSന്റെ ഇതുപോലത്തെ പുറത്തു വന്നിട്ടുണ്ട്. മറ്റ് പല പാർട്ടികളുടെയും ഈ പറയുന്ന തെളിവുകളില്ലെങ്കിലും പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ PSC ഈ നിയമനം എന്നുള്ളത് കച്ചവടത്തിന് വേണ്ടി വെച്ചിരിക്കുകയാണെന്നുള്ളത് വളരെ വ്യക്തമാണ്. കാരണം ഇപ്പോൾ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം അസംബ്ലിയിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, നേരത്തെ 2011 ഇത് 12 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. UDF ആണ്, ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് ഇത് കൂട്ടി ആദ്യം 15 ആക്കി. പിന്നീട് ഇത് 21 മെമ്പർമാരാക്കിയത് UDF ആണ്. 2015 ഞങ്ങൾ വന്നപ്പോൾ അതിൽ മാറ്റം വരുത്തിയില്ല എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ LDF ഇവിടെ വരുന്നത് തന്നെ മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്നതുകൊണ്ട് അഴിമതിക്കെതിരെ പോരുന്നതിന് വേണ്ടിയിട്ടാണല്ലോ. അപ്പൊ അതിൽ മാറ്റം ഉണ്ടാക്കേണ്ടതായിരുന്നു, ഉണ്ടാക്കിയില്ല. മാത്രമല്ല, എന്ന് നിങ്ങൾക്ക് പരിശോധിക്കാം, UPSCക്ക് 8 മെമ്പർമാർ മാത്രമേ ഉള്ളൂ. നമ്മളൊക്കെ എത്രയോ വലിയ
സ്റ്റേറ്റാണ് തമിഴ്നാട്. തമിഴ്നാട്ടിൽ പോലും 12 മെമ്പർമാരേ ഉള്ളൂ. ഞാൻ അന്വേഷിച്ച് പറയാൻ കഴിഞ്ഞ പത്രങ്ങളിലും വന്നിട്ടുള്ളതാണ്. ഇപ്പോൾ റിട്ടയർ ചെയ്യുന്ന ഒരു PSC മെമ്പർക്ക് 1,20,000 രൂപ പെൻഷൻ ലഭിക്കുന്നു. മാത്രമല്ല ആജീവനാന്തം അവർക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ലഭിക്കുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഇത്തരത്തിൽ ആ ഒരു പോസ്റ്റിന് വേണ്ടി പലരും വെക്കാൻ ശ്രമിക്കുന്നത്. മാത്രമല്ല 21 എന്നുള്ള കുറയ്ക്കാവുന്നേ ഉള്ളൂ. അപ്പൊ PSC നിയമനം തന്നെ നടക്കുന്നില്ല, അത് മറ്റൊരു കാര്യം. അപ്പൊ അത് കുറയ്ക്കാതെ സർക്കാർ ഇത്തരത്തിൽ ജനങ്ങൾ ഇത്രയധികം ബുദ്ധിമുട്ടുമ്പോൾ, ഇന്ന് എല്ലാം വിലക്കയറ്റും പ്രശ്നങ്ങളിലൂടെ സർക്കാരിനാണെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടിൽ ഇങ്ങനെ നടക്കുന്ന സമയത്ത്, പെൻഷൻ കൊടുക്കാൻ കഴിയാത്ത സമയത്ത്, റിട്ടയർ ചെയ്യുന്നവർക്ക് ബാക്കിയുള്ള ആനുകൂല്യം കൊടുക്കാൻ കഴിയാത്ത സമയത്ത് എന്തിന് വീണ്ടും ഈ 21 നിൽക്കുന്ന 12 കൂടെ? അപ്പൊ ഞാൻ പറയുന്നുണ്ടാണെങ്കിൽ ഇതിന്റെ എല്ലാ തെളിവുകളും ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. എല്ലാ തെളിവുകളും കൊടുത്തൊരു പാർട്ടി NCP മാത്രമാണ്. ബാക്കിയുള്ളവർക്ക് പത്രങ്ങൾ വന്നെങ്കിലും ഇതിന് തെളിവുകൾ കൊടുത്തുകൊണ്ട് ഒരു പാർട്ടി അതിനെതിരെ വന്നിട്ടില്ല. അപ്പോ അതുകൊണ്ട് അതിനെതിരെ ഇപ്പൊ CPM പോലും കോഴിക്കോടത്തെ വിഷയങ്ങൾ ഞാൻ പറയേണ്ട ആവശ്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്തെല്ലാം അതിന്റെ പിന്നിൽ പൈസ വാങ്ങിച്ചു, തിരിച്ചു കൊടുത്തു, ഇതിനെല്ലാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ആദ്യമുള്ള കാര്യങ്ങൾ വ്യക്തമാണ്. അപ്പോ അതുകൊണ്ട് ഈ വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞങ്ങൾ PSC ആസ്ഥാനത്തേക്ക് വരുന്ന ചൊവ്വാഴ്ച കാലത്ത് 10 മണിക്ക് അവിടേക്ക് മാർച്ചും ധർണയും നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്തുടനീളമുള്ള പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റുമാരും ജില്ലാ ഭാരവാഹികളും അതുപോലെ തന്നെ സംസ്ഥാന ഭാരവാഹികളും അടങ്ങുന്ന 1000-ഓളം ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ മാർച്ചും ധർണയ്ക്കും തീരുമാനിച്ചിട്ടുള്ളത്. മാത്രമല്ല ഇതിന്റെ ഭാഗമായി സർക്കാർ ഒരു തീരുമാനമെടുത്തിട്ടില്ലെങ്കിൽ നേരത്തെ വിജിലൻസ് കോടതിയുടെ ആവശ്യപ്രകാരം ഗിരീഷ് ബാബുവും ശ്രീ മജീദും ഇതിൽ പ്രോസിക്യൂഷൻ നടപടികൾ എടുക്കണമെന്ന് പറഞ്ഞു കൊടുത്തതിൽ തീരുമാനം ഉടൻ സർക്കാർ എടുത്തില്ലെങ്കിൽ ഞങ്ങൾ ഹൈക്കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കാരണം എല്ലാ തെളിവുകളും ഇവിടെ ഉണ്ട് എന്നതുകൊണ്ട് തന്നെയാണ്. മാത്രമല്ല ഞാൻ എൻ്റെ മൊഴി ക്രൈംബ്രാഞ്ച് എടുത്ത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞാണ്, തോമസിന്റെ കൂടെ മൊഴി എടുക്കണം എന്ന് പറഞ്ഞാണ്. MLA-യുടെ മൊഴിക്ക് തീർച്ചയായിട്ടും അതിൻ്റെതായിട്ടുള്ള ആധികാരികത ഉണ്ട്. പക്ഷേ ക്രൈംബ്രാഞ്ച് ആ മൊഴി എടുക്കാതെയാണ് ആ കേസ് അവസാനിപ്പിച്ചിട്ടുള്ളത്. ഇതാണ് ഞങ്ങൾക്ക് അറിയിക്കാനുള്ളത്. അപ്പോ ഈ VR രമ്യ എന്ന PSC മെമ്പറിനെ പുറത്താക്കുക, ഇതിൽ കേസ് എടുത്തുകൊണ്ട് ശശീന്ദ്രനെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കുക, PC ചാക്കോ അതുപോലെ തന്നെ ആ NCPS എന്ന വിഭാഗത്തെ LDF പുറത്താക്കുക എന്നുള്ളതാണ് ഞങ്ങളിവിടെ ഉന്നയിക്കുന്ന ആവശ്യം. ഇതിന്റെ കേസ് എടുത്തുകൊണ്ട് സർക്കാർ മുന്നോട്ട് പോകണമെന്നുള്ളതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. മറ്റൊന്ന്, നിങ്ങൾക്ക് രണ്ടാമതൊരു പ്രസ് റിലീസ് കൂടി തന്നിട്ടുണ്ട്. ആ പ്രസ് റിലീസിൽ ഇന്നലെ വന്ന പത്രങ്ങളിൽ, കോട്ടയത്ത് വന്ന പത്രങ്ങളിൽ ഒരു വാർത്ത കണ്ടു. കോട്ടയത്ത് മറ്റൊന്ന് പറയുന്നത് 23-ാം തീയതി തെരഞ്ഞെടുക്കാനുള്ള കാരണം ഉഴവൂർ വിജയന്റെ ചരമദിനം കൂടിയാണെന്ന്. നിങ്ങൾക്കറിയാം ഉഴവൂർ വിജയനെ പറ്റി ഞാൻ പറയേണ്ട ആവശ്യമില്ല. അദ്ദേഹം ഇത്തരം അഴിമതിക്കൊക്കെ എതിരായിരുന്ന ആളാണ്. എത്രയോ വർഷം സംസ്ഥാന പ്രസിഡന്റായിട്ട് കൂടി മരിച്ചപ്പോൾ സർക്കാരാണ് അദ്ദേഹത്തിന്റെ കടം വീട്ടുന്നതിന് വല്ലതും ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പോ അദ്ദേഹത്തിന്റെ ചരമദിനത്തിൽ തന്നെ ഇത് നടത്തുന്നത് അദ്ദേഹത്തിന്റെ ആദരസൂചകമായിട്ടാണ് ആ ദിനം തന്നെ ഞങ്ങൾ തിരഞ്ഞെടുത്തത്. അപ്പോ അതിന്റെ ഭാഗമായി ഇപ്പൊ ചാക്കോയും കൂട്ടരും NCPS-ന്റെ നേതൃത്വത്തിൽ ഉഴവൂർ വിജയൻ ഒരു സ്മാരകം ഓൾറെഡി അതിന്റെ ഒരു കമ്മിറ്റി ഒക്കെ ഉണ്ട്. അവര് VM സുധീരന് ആദരിക്കുകയും ഒരു അവാർഡ് നൽകുകയും ചെയ്യുന്നു ഉഴവൂർ വിജയന്റെ പേരിൽ. അത് ഇന്നലത്തെ പത്രങ്ങളിൽ വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അതിനെതിരെ VM സുധീരന് പോലും ഞങ്ങൾ കത്ത് കൊടുക്കുന്നുണ്ട്. VM സുധീരൻ തീർച്ചയായിട്ടും അർഹനായ ഒരാളാണ് ഇത്തരത്തിലൊരു അവാർഡിന്. മാത്രമല്ല ഈ ഉഴവൂർ വിജയൻ NCP-യുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ പേരിൽ സ്മാരകം കൊടുക്കലും ഈ അഴിമതി കേരളത്തിൽ പോരാട്ടിൽ ഏറ്റവും ശക്തി വരുന്നത് നല്ലതാണ്. പക്ഷേ അത് നൽകുന്നത് ഇത്തരത്തിൽ വിജിലൻസ് കേസിലുള്ള മൂവാറ്റുപുഴ കേസിലിരിക്കുന്ന പ്രതികളായ PC ചാക്കോയും അതുപോലെ തന്നെ AK ശശീന്ദ്രനും എല്ലാം നൽകേണ്ടത്. അവരിൽ നിന്ന് ഇത്തരത്തിൽ സുധീരൻ ആ അവാർഡ് വാങ്ങിക്കരുത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അവരില്ലാത്തൊരു ചടങ്ങിൽ വെച്ച് കൊടുക്കുന്നത് ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ സുധീരന് നൽകുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു വിരോധവുമില്ല. ഉഴവൂർ വിജയന്റെ പേരിൽ അത്ര ഒരു അവാർഡ് നൽകുന്നതും നല്ല തന്നെയാണ്, അതിന് എതിർപ്പൊന്നുമില്ല. പക്ഷെ ഇവരിൽ നിന്ന് സുധീരൻ വാങ്ങിക്കരുത്. സുധീരൻ ആദർശിതനായി പുറത്ത് എല്ലാ നിലയ്ക്കും അറിയപ്പെടുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഈ അഴിമതിയുടെ കാരണമുള്ള ഇത്തരം ആളുകളിൽ നിന്ന് വാങ്ങിക്കരുത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്.
അതിൻ്റെ പ്രസ് റിലീസാണ് രണ്ടാമത് തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈ വിവരങ്ങൾ ഞങ്ങളുടെ ഈ സമരം വിജയിപ്പിക്കുന്നതിനായി നിങ്ങളുടെ മാധ്യമ സുഹൃത്തുക്കളുടെ എല്ലാ സഹായ സഹകരണങ്ങളും ആവശ്യമാണ്. അതിന് സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഇന്ന് ഈ പത്രസമ്മേളനം ഇവിടെ വിളിച്ചിരിക്കുന്നത്. മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, പ്ലീസ്.